അരുൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചാണ്. നോക്കൂ, കേരളം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ബാസ്റ്റനാണ് അല്ലേ? ആ സ്ഥലത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM ഘടകകക്ഷിയല്ല, CPI ഘടകകക്ഷിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPIക്കെതിരെ അതിൻ്റെ പരമോന്നത നേതാവ് വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ നോൺസെൻസാണ്. ആദ്യ ദിവസം മുതൽ പറയുന്നൊരു കാര്യമാണ് ഞാനിത്. ഈ പൊളിറ്റിക്കൽ നോൺസെൻസ് ഇവിടെ നടപ്പാക്കിയിട്ട് CPI അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നൊരു നിലപാടെടുക്കുന്നത് വിചിത്രമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന മണ്ഡലം അദ്ദേഹം ചൂസ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇനി തെക്കേ ഇന്ത്യയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ തെക്കേ ഇന്ത്യയിൽ കൂടി കോൺഗ്രസിനെ എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത കന്യാകുമാരി സീറ്റുണ്ട്, അല്ലെങ്കിൽ കർണാടകത്തിലെ ഏത് ലോക്സഭാ സീറ്റിലും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാവുന്നതാണ്. കർണാടകത്തിലൊക്കെ മത്സരിച്ചാൽ കുറച്ചുകൂടി ഒരു റിപ്പിൾ എഫക്റ്റ് സ്വാഭാവികമായും മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. കന്യാകുമാരി മത്സരിക്കുകയാണെങ്കിൽ അത് കേരളത്തെയും ഗുണം ചെയ്യും, തമിഴ്നാടിനെയും ഗുണം ചെയ്യും. ഇവിടെ വന്ന് അരിവാൾ കതിർ ചിഹ്നത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഞങ്ങളും ലെഫ്റ്റും തമ്മിൽ പലയിടങ്ങളിലും എതിരായി മത്സരിക്കുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സൗഹൃദ മത്സരം എന്ന് വിശേഷിപ്പിക്കാം. ഇത്തവണ സൗഹൃദ മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, അതിലെ ഘടകകക്ഷിയായ CPI പരസ്പരം ഏറ്റുമുട്ടുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ദേശീയ തലത്തിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ നിതീഷ് കുമാറും അതുപോലെ തന്നെ RLD ഒക്കെ ഈ ഇന്ത്യ മുന്നണി വിട്ടുപോയപ്പോൾ അത് ഏതാണ്ട് ദുർബലമായി അല്ലെങ്കിൽ ചാവുന്നതിന് തുല്യമായിരിക്കുന്നു എന്നുള്ളൊരു വിശകലനം നടത്തിയവരാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതിവിശേഷം. സമാജ്വാദി പാർട്ടിയുമായിട്ട് ഉത്തർപ്രദേശിൽ ഒരു മുന്നണിയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ജാർഖണ്ഡല്ല, പിന്നെ ആം ആദ്മി പാർട്ടിയായിട്ട് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും, ഡൽഹിയിൽ, ഗുജറാത്തിൽ, ഗോവയിൽ, ഹരിയാനയിൽ, ചണ്ഡീഗഡിലെ ഏക ലോക്സഭാ സീറ്റിലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഏതാണ്ട് അസാധ്യം എന്ന് കരുതിയിരുന്ന 3 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബംഗാൾ, 2 ഡൽഹി, 3 പഞ്ചാബ്. ഈ പറയുന്ന പഞ്ചാബിൽ ഈ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ BJP കയറി വരുമെന്നുള്ള ഭയം കൊണ്ടാണ്, അല്ലാതെ അവിടെ സീറ്റ് ധാരണ സാധ്യമല്ലാത്തത് കൊണ്ടല്ല. കേരളത്തിൻ്റെ സമാനമായ സ്ഥിതിവിശേഷമാണ്. ഇവിടെ BJP ഒരു മുഖ്യ ശക്തി അല്ലാതിരിക്കുന്നു. അപ്പോൾ ആം ആദ്മിയും കോൺഗ്രസും അവിടെ യോജിച്ചാൽ BJP അവിടെ പ്രധാന പ്രതിയോഗിയായി വരും. അകാലിദൾ എന്ന് പറയുന്നത് ചത്തുകഴിഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് വീണ്ടും ഉണർത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് നിലനിൽപ്പിന്റെ മത്സരം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. രാഹുലിന് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്, 4 ലക്ഷത്തിൽ പരം വോട്ട് കിട്ടിയ സ്ഥലം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദർശത്തിലേക്ക് വരിക? അല്ല, അതിനകത്ത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണി അതെങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഒന്ന് പറഞ്ഞു തരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലീഗ് ആ സീറ്റാണ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനോട്. ഞങ്ങളാണ് അവിടുത്തെ പ്രിൻസിപ്പൽ പാർട്ടി. UDFിലെ പ്രിൻസിപ്പൽ പാർട്ടി ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ പറയുന്ന കാര്യം ന്യായമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷത്തെ ഉത്തരേന്ത്യയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. അവർ പലയിടങ്ങളിലും ഒരു 9% മുതൽ 20-23% വരെ പല സംസ്ഥാനങ്ങളിലും സാന്നിധ്യമുണ്ട്. പക്ഷെ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിയമസഭയിൽ പോലും മത്സരിപ്പിക്കില്ലെന്നേ. ഒരൊറ്റ സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ മത്സരിപ്പിക്കാത്ത സാഹചര്യമാണുള്ളത്. അത് BJPയുടെ ഒരു തന്ത്രമാണ്. അത് സ്വാഭാവികമായും കോൺഗ്രസിലേക്കും മറ്റ് മതേതര പാർട്ടികളിലേക്കും എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് അവിടെ ജയിക്കാനാകില്ല എന്ന് പറഞ്ഞ് ഇവിടെ നേരെ വരികയാണ്. എവിടെ? വയനാട് പോലെ. ഈ വയനാട് മത്സരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതൊരു മടുപ്പായി മാറാൻ പോവുകയാണ്. അത് ഒരു റിപ്പിൾ എഫക്റ്റും ഇപ്പോൾ വടകരയ്ക്കോ കണ്ണൂരിനോ കോഴിക്കോടിനോ ഏതെങ്കിലും പൊന്നാനിക്കോ ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടാക്കില്ല. പകരം രാഹുൽ ഗാന്ധി UDFിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ബാധ്യതയായി കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ആർഗ്യുമെന്റിൽ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി ആരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നതും 40% മുകളിൽ വോട്ടുള്ളതും ആർക്കാണ്? കോൺഗ്രസിനാണോ CPIക്കാണോ?
അപ്പൊ ജയിക്കുന്നവർ മാത്രം അവരുടേതാണോ അല്ലല്ല, ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രത്തിൽ ആ വോട്ട് ഷെയറിൽ CPIക്കാണോ അതല്ല കോൺഗ്രസിനാണോ വോട്ട് ഷെയർ കൂടുതൽ? കോൺഗ്രസിനാണ് വോട്ട് ഷെയർ. അപ്പോൾ അത് കോൺഗ്രസിന്റെ മണ്ഡലമാണല്ലോ അടിസ്ഥാനമായി. അതെങ്ങനെ നിരന്തരം കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ജയിക്കുന്ന ആളാണോ ജയിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മത്സരം എന്ന് പറയുന്നത് ജയിക്കുന്നയാളുടെ മാത്രമാണ്? പാർട്ടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ വിന്നബിലിറ്റി ഉള്ള പാർട്ടിയാണ്. അവിടുത്തെ വിന്നബിലിറ്റി മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ കൂടുതലായി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഒരു തവണ പോലും CPI വിജയിച്ചു കയറാത്ത, ഒരു തവണ പോലും 40% മുകളിലേക്ക് വോട്ട് ഷെയർ വരാത്ത ഒരു പാർട്ടിയായി CPI വയനാട്ടിൽ തുടരുമ്പോ ഒരു സംശയം ഒരു മണ്ഡലത്തിലെ മത്സരിക്കണമെങ്കിൽ എത്ര ശതമാനം വോട്ട് ഷെയർ? മുന്നണിയിൽ എങ്ങനെയാ ചർച്ച ചെയ്യുക? ഇതൊരു മുന്നണി സംവിധാനമാണെങ്കിൽ നിങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് CPIക്ക് വിട്ടുകൊടുക്കണോ എന്നതാണല്ലോ ചർച്ച. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്ന ഘട്ടത്തിലല്ലേ അതിന് പ്രസക്തിയുള്ളൂ. പക്ഷെ ഇവിടെ എന്താ, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ സിറ്റിംഗ് MP ആയി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷം 2019 ഇന്ത്യ മുന്നണി ഇല്ല, ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷം ഇന്ത്യ മുന്നണിയിലെ ദേശീയ വനിതാ നേതാവ്, ദേശീയ നിർവാഹക സമിതി അംഗം വന്ന് മത്സരിക്കുകയാണ്. അതാണ് എൻ്റെ ചോദ്യം. അതെന്ത് മെസ്സേജാണ് കൊടുക്കുക? ഇതിനകത്ത് എങ്ങനെയാണോ അരുണിനെ പോലെ ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ കോൺഗ്രസും ലെഫ്റ്റും നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വയനാട് എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വന്ന് മത്സരിക്കരുത് എന്ന് മാത്രമേ CPIയെ സംബന്ധിച്ചിടത്തോളം, ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമുള്ളൂ. അല്ല, അങ്ങനെ മത്സരിക്കുന്നതുകൊണ്ട് CPIയുടെ കുപ്പായം ഊരി പോകുമെന്നല്ല CPI പറയുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങൾക്ക് അതേ നാണയത്തിൽ എതിർക്കേണ്ടി വരും എന്നാണ് CPI പറയുന്നത്. ഇപ്പോൾ അരുണിന്റെ വാദം അനുസരിച്ചാണ് എങ്കിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ അവിടെ CPI വിട്ടുകൊടുക്കണം. അല്ല, ഇതാണ് പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഇന്ത്യ മുന്നണി വേണ്ട എന്ന നിലപാടെടുത്തത്? എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് CPM പുറത്തു പോകാൻ തീരുമാനിച്ചത്? ചോദ്യങ്ങളാണ്. നിങ്ങൾ ആരെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിലും CPM ഉണ്ടാകില്ല. കാരണം അതിനൊരു മുന്നണി സ്വഭാവമല്ല, മുന്നണി സ്വഭാവം ആവശ്യമില്ല. 1964 ശേഷം പാർട്ടി പരിപാടി ഒന്ന് 1964 ശേഷം മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള അവസ്ഥ, സംസ്ഥാനത്ത് 400 കടക്കുമോ എന്ന് ആലോചിച്ച്, രാജ്യത്ത് 400 കടക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും പറയാതെ. 1964 ശേഷം 2 ചോദ്യങ്ങളാണ് അരുൺ ചോദിച്ചത്. ഒന്നാമത്തത്, എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPM ഇല്ലാത്തത്? 64-ലാണല്ലോ ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത്. ഇന്നേ വരെ ദേശീയ തലത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടില്ല CPIM. ഇന്നേ വരെ അത് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒന്ന് ഞാൻ പറഞ്ഞു, അല്ല തെറ്റിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് പറയൂ. പൊളിറ്റിക്കൽ പോയിന്റ് ഇതാണ്. നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്താണ്? ആ ചോദ്യം എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് CPM മാറി നിൽക്കുന്നത്? അത് ഇന്ന് 2023 ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോ CPM പുതുതായി രൂപീകരിച്ച ഒരു രാഷ്ട്രീയ നയമല്ല. 64 ഈ പാർട്ടി ഉണ്ടായത് മുതൽ ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെയും ഭാഗമായിരുന്നില്ല. ബംഗാളിൽ ഇടതുമുന്നണിയും, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ത്രിപുരയിൽ ഇടതുമുന്നണിയും എന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. യു പിയിലെ പോസ്റ്റ് പോൾ അലയൻസിൽ എന്തുകൊണ്ടാണ് മുന്നണിയുടെ ഭാഗമാകുമ്പോഴും മുന്നണിയുടെ നയത്തിന്റെ കാര്യത്തിലും CPM ഇടപെടുന്നത്? ഇല്ല, യുടെ ഭാഗം അല്ലല്ലോ CPM. ആര് പറഞ്ഞു യുടെ ഭാഗമല്ല? അല്ല സാറേ, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കൂ. നോക്കൂ, പുറത്തുനിന്ന് നിങ്ങൾ പിന്തുണ കൊടുക്കുമ്പോഴും നയകാര്യങ്ങൾ കോമൺ മിനിമം പ്രോഗ്രാം അതാണ് സാർ ചോദ്യം. CMPയിൽ വരുമ്പോൾ നിങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി തത്വത്തിലായി കഴിഞ്ഞു. യുപിയെയും ഇടതുപക്ഷത്തെയും ബ്രിഡ്ജ് ചെയ്യുന്ന കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്, നിരുപാധിക പിന്തുണയാണ് ഉള്ളത്. അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ളത്. 1964 മുതൽ 2024 വരെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. ആ രാഷ്ട്രീയ സാഹചര്യം അത് അവരുടെ പാർട്ടി കോൺഗ്രസിൽ അവർ കഴിയില്ലല്ലോ. ഇത് നമ്മുടെ നിലപാടല്ലേ. ആ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ
ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPM കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന അഭിപ്രായം എന്റേതാണ്. ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം അവർക്ക് കാരണം എന്താണ്? കാരണം നിങ്ങൾ എതിർക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. നിങ്ങൾ എതിർക്കാൻ പോകുന്നത് 400 സീറ്റിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ദുർബലമാക്കുന്ന ഒരു എഫക്ട് ഉണ്ടാവുന്നത്. അതാണ് മെസ്സേജ്. ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പാടില്ല എന്നാണ് അരുണിന്റെ വാദം. ശരി, ഞാൻ സമ്മതിച്ചു. ആനി രാജയുടെ നോക്കൂ, ആനി രാജയുടെ സാന്നിധ്യത്തിലൂടെ യഥാർത്ഥത്തിൽ CPI രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാമോ? ഇതൊന്നും പിള്ളേര് കളിയല്ല എന്നുള്ളതാണ്. നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്. ആനി രാജയും അവിടെ ഒരു ലോക്സഭാ സീറ്റിൽ നിങ്ങൾ എത്ര വോട്ടിന് ജയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇന്നും CPI അല്ലെങ്കിൽ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവിടെ രണ്ടാമത്തെ ശക്തമായ കക്ഷിയാണ്. മാത്രമല്ല, ആനി രാജ ഇന്ന് വയനാടിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. നേരത്തെ പറഞ്ഞ 25% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. നേരത്തെ ഇപ്പൊ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എന്നൊരു കാര്യം പറയൂ. CPI വേറെ ഏത് വനിതാ നേതാവ്? അപ്പൊ അത് ശരി, നിങ്ങൾ ആനി രാജയെ കൊണ്ടുവന്ന് നിർത്തുന്നത് ആർക്കെതിരെയാണ്? നിങ്ങൾ അങ്ങനെ പറയാം, വെറുതെ കൊണ്ട് നിർത്തിയാണ് ആനി രാജ പറയുന്നത്. ഇപ്പൊ എം നികേഷ് കുമാർ പറഞ്ഞ കോൺഗ്രസിന് കൊടുക്കുന്ന മെസ്സേജ്, ഈ കോൺഗ്രസിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണോ CPI കോൺഗ്രസിന് അതിന്റെ സമുന്നതനായ നേതാവിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചുളൂല് ജയിപ്പിച്ചു വിടണം. ചുളൂല് ജയിപ്പിച്ചു വിടാൻ പാടില്ല. Meet the editors.